കൈരളി പീപ്പിളിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ബാംഗ്ലൂർ നഗരത്തിലെ മുനിസിപ്പൽ, നമുക്കെല്ലാം ബാംഗ്ലൂർ നഗരം മാത്രമല്ല, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഒരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെഗ്രിഗേഷൻ ഓഫ് വേസ്റ്റ്. ഓക്കെ, ഇതെല്ലാം മിക്സ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഒന്ന് സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ് നമ്മൾ പറയാം. സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ 3 പാത്രത്തിനകത്തോട്ട് ഡിഫറെൻറ്റ് വേസ്റ്റ് ഇട്ടിട്ട് വേറെ വേസ്റ്റ് ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത്. പക്ഷേ അത് ലോകത്തിൽ എവിടെയും അത് സക്സസ് ആയിട്ടില്ല. സെഗ്രിഗേറ്റ് ചെയ്യാതെ ഈ കിട്ടുന്ന ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യണം. ഡംപ് ചെയ്ത് ആ പ്രോസസ്സ് ആ വേസ്റ്റും കൊണ്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എനർജിയും കിട്ടണം. പിന്നെ ഇത് മുഴുക്ക ഹൈജീനിക്കായിട്ട് വേണം ചെയ്യാൻ. രണ്ടാമത് ഇത്രയും ചെയ്യാൻ ഏറ്റവും കുറവ് ലാൻഡ് ഏരിയ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ ഗോൾ. ഇപ്പോൾ മുനിസിപ്പൽ വേസ്റ്റ് ലോകത്തെല്ലായിടത്തും മിക്കവാറും സ്ഥലത്തും ലാൻഡ് ഫില്ല. ഇത് കൊണ്ടുപോയി ഒരു മൈതാനത്തങ്ങോട്ട് ഇടുക. അതിൽ നിന്ന് ഈ ലിക്വിഡൊക്കെ ലീച്ചാവും, കീപ്പോട്ട് ഗ്രൗണ്ട് വാട്ടറിനകത്തോട്ട് പോകും. അത് പിന്നെ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേറ്റ് ആവും. അത് പിന്നെ ആൾക്കാർ കുടിക്കുന്ന അവർക്ക് വരുന്ന ഡിസീസസ്. ഇന്നിപ്പോൾ ഉള്ള എല്ലാ ഡിസീസും ഈസ് റിലേറ്റഡ് ടു ഫുഡ് വി ഈറ്റ്, വാട്ടർ വി ഡ്രിങ്ക് ആൻഡ് എയർ വി ബ്രീത്. നമ്മുടെ വാട്ടർ ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് 3/4 നമ്മുടെ പ്ലാനറ്റിലെ 3/4 ഏരിയ വെള്ളമാണ്. ഈ കടലിൽ വെള്ളം കുടിക്കാൻ പറ്റില്ല. വി കനോട്ട് ഡ്രിങ്ക് സീ വാട്ടർ. അത് പ്രോസസ്സ് ചെയ്യണം. അതിന് ഒരുപാട് എനർജി വേണം. Again you are coming back to energy. Okay, but there is a lot of surface water നമുക്ക് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടമാനമായിട്ട് ബോർവെൽ അടിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ ബോർവെൽ ഓരോരുത്തരുടെ കോമ്പറ്റീഷനാണ്. അടുത്ത ഒരാൾ 500 അടി ബോർവെൽ അടിക്കുകയാണെങ്കിൽ ഇനി ഒരാൾ 1000 അടി അടിക്കുന്നത്. അതല്ല സൊല്യൂഷൻ. നമ്മളത് ആൾക്കാരുടെ വിചാരം കീപ്പോട്ട് പോയാൽ കൂടുതൽ വെള്ളം കിട്ടണം. ഒരിക്കലുമില്ല. അത് നമ്മൾ ശരിക്കും അതിൻ്റെ ആക്വിഫയറും അതിൻ്റെ വാട്ടർ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ അതിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. കുടിക്കാനുള്ള വെള്ളം എങ്ങനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയൊരു കാര്യമുള്ളത്, ഈ ലോകത്ത് ഏറ്റവും വെള്ളം ഉള്ളത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ്, കാറ്റിലാണ്. സോലാർ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജി, ഇങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള എനർജി നമ്മൾ ഉപയോഗിച്ച് ഈ വെള്ളം ടാപ്പ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മൾ കണ്ടുപിടിച്ചെടുത്തത്. അപ്പോൾ ഒരു വീട്ടിലേക്കുള്ള 30-40 ലിറ്റർ വെള്ളം വളരെ ഈസി ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റീസൈക്ലിംഗ് വാട്ടർ. ഇപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസിൽ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 6000 ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കും. ഇവിടെ നമ്മുടെ സാനിറ്ററിക്കും വാഷിങ്ങിനും അതിനും ഇതിനും സുവേജ് എല്ലാം നമ്മൾ ടോട്ടലി അബൌട്ട് 6000 ലിറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ 6000 ലിറ്ററിനകത്ത് 5800 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഞങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അപ്പം വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഇവിടേക്ക് ആവശ്യമുള്ളത് ഇവിടെ തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ ഇത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഫുഡ് ഏരിയയിൽ നമ്മൾ ആക്ച്വലായിട്ട് അത്രയധികം വർക്ക് ചെയ്തിട്ടില്ല. നമ്മൾ നോക്കുന്ന ഈ ഫുഡ് ഏരിയയിൽ ഹൈ ഈൽഡ് വരാനുള്ള ഇത് ഞങ്ങളുടെ ടീമിൽ വി ഹാവ് അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് വി ഹാവ് ബയോടെക്നോളജിസ്റ്റ്. അവരൊന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഫുഡ് പ്രൊഡക്ഷൻ ബേസിക്കലി കൂട്ടാൻ വേണ്ടി. ഒന്ന്. രണ്ടാമത് നമ്മൾ ഇനിയൊരു ഏരിയ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു നമ്മുടെ ഒരു സിനർജിക് ഏരിയയാണ്.
നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് കൂട്ടുകയാണ്. ഫോട്ടോ റെസ്പിറേഷൻ. പ്ലാന്റ്സ് ബ്രീത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടുഗെദർ വിത്ത് സൺലൈറ്റ്. അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ എനർജി പ്രോജക്ട്സിൽ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഞങ്ങൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഹൈ പ്രഷർ ഡ്രിപ്പ് ഇറിഗേഷനിലോട്ട് നമ്മൾ സപ്ലൈ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സൺലൈറ്റ് ഉള്ള സമയത്ത് അപ്പോൾ ഈ വെള്ളം സോഡ പോലെ നമ്മൾ വെള്ളത്തിന് പകരം സോഡ കൊടുക്കുന്നു ഫോർ ദ പ്ലാന്റ്സ്. ചെടികൾക്ക് നമ്മൾ സോഡ അയക്കുന്നു. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ താഴെ അതിങ്ങനെ എഫർവേറ്റ് ആവും. അതേ സമയത്ത് സൺലൈറ്റും വരുമ്പോൾ നമുക്ക് ഈൽഡ് ഓൾമോസ്റ്റ് ഡബിൾ ആവും. ഓക്കെ, സോ ഇതൊരു വൺ വേ ഓഫ് handling how we can use the waste carbon dioxide into productive use. ഈ ഫീൽഡിൽ ഇനിയും we are continuing to do a lot of work. For example, energy ഞങ്ങൾ ഒരു പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് ഈസ് കോൾഡ് സോളാർ ഹൈഡ്രോജൻ. Solar hydrogen. That is, you are using solar energy to produce hydrogen gas. So നമ്മൾ ഈ സോളാർ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ചൂടാക്കാനോ അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. ഇത് ഞങ്ങൾ റിസർച്ച് ചെയ്യുന്ന അത് നമ്മൾ സോളാർ എനർജിയും കൊണ്ട് നമ്മൾ ഹൈഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഹൈഡ്രോജൻ ഈസ് എ വെരി ഗുഡ് ഫ്യൂൾ. റൈറ്റ് ഫ്രം ഇപ്പം നമ്മളൊരു ഹൈഡ്രോജൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഹൈഡ്രോജൻ ഉണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് ആക്കാം. നമ്മൾ വി ക്യാൻ ഡു ലോട്ട് ഓഫ് പ്രോസസ് വിത്ത് ഹൈഡ്രോജൻ. സോ സോളാർ ഹൈഡ്രോജൻ ഒരു ഏരിയ ഞാനിപ്പോൾ പുതിയതായി തുടങ്ങിയത്. ആ പ്രോജക്റ്റിൻ്റെ പേര് സൂര്യപുത്രാണ്. വാട്ടർ വെൻ യു ബ്രേക്ക് ഇറ്റ് കൺവേർട്സ് ഇൻ ടു വായു ആൻഡ് അഗ്നി. ഈ വായു ആൻഡ് അഗ്നി ആർ സൂര്യപുത്ര. അങ്ങനെ അതിന് സൂര്യപുത്ര പേര് കൊടുത്തു. അത് സാറ് പറഞ്ഞു. കാരണം എല്ലാത്തിനും സെപ്പറേറ്റ് ടീമുണ്ട്. അതിൻ്റെ ഒരു കോർഡിനേഷനാണ് നമ്മൾ എവിടെയെങ്കിലും സക്സസ് ആവുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. എത്രത്തോളമാണ് സാർ? ടീം വർക്ക് ഇല്ലാതെ റിസർച്ച് നടക്കത്തില്ല. ഓക്കെ, ടീം വർക്ക് ഇല്ലാതെ ഇങ്ങനത്തെ കോർഡിനേറ്റഡ് റിസർച്ച് നടക്കത്തില്ല. ഇപ്പം നമ്മുടെ ഒരു പവർ പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്യാസ് പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, പിന്നെ ബയോടെക്നോളജി ഉണ്ട്, ജെനറ്റിക്സ് ഉണ്ട്. സോ ഇത്രയും ഡിസിപ്ലിൻസും ഒന്നിച്ച് വർക്ക് ചെയ്താലേ ആ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവും.